മിഴാവും ചേങ്ങലയും അണിയറയിൽ മയക്കം നടിച്ചു കിടക്കുന്നു. നഗീറിന്റെ പെരുമ്പറ മുഴക്കവും ബാങ്കുവിളികളുടെ ആരോഹണ അവരോഹണങ്ങളും മൗനത്തിൽ ഒളിക്കുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ നീലനഭസിൽ രണഭേരി മുഴങ്ങുകയായി. വരാനിരിക്കുന്ന മത്സരപ്പോറ്റിന്റെ കൊമ്പുവിളി ജനപക്ഷം 2025. വിജനമായ ഊടുവഴികൾ തിരക്കേറിയ തെരുവുകൾക്ക് വഴിമാറുന്നു. വാഗ്ദാനങ്ങളും പ്രതീക്ഷകളും ജനങ്ങളിൽ നൂറുമേനി പൊലിയളക്കുന്നു. മനസ്സുകളിൽ നിന്നും കാതുകളിലേക്ക് ആഘോഷത്തിന്റെ ആരവം പടരുന്നു. ഇപ്പോഴിതാ വീണ്ടും നിങ്ങളുടെ ഊഴമായി. ഇനി നിങ്ങൾ വിധിക്കുന്നു നിങ്ങളുടെ ഹിതം. ജനപക്ഷം 2025. നഗരസഭയിലെ 1 മുതൽ 43 വാർഡുകളിൽ സിറ്റി ന്യൂസ് നടത്തിയ ഓട്ടപ്രദക്ഷിണത്തിന്റെ നേർക്കാഴ്ചയുമായി ജനപക്ഷം 2025. ആകെയുള്ള 43 വാർഡുകളിൽ 19 വാർഡുകൾ വനിതകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. പട്ടികജാതി ജനറൽ വിഭാഗത്തിന് 2 വാർഡുകളും പട്ടികജാതി വനിതകൾക്കായി 3 വാർഡുകളും സംവരണം ചെയ്തിട്ടുണ്ട്. 697 പുരുഷ വോട്ടർമാരും 775 സ്ത്രീ വോട്ടർമാരും അടക്കം 1472 വോട്ടർമാരുള്ള 43-ാം വാർഡായ പുറത്താട് വാർഡ് ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. വടക്ക് കാറളം പഞ്ചായത്ത് അതിർത്തി ചെമ്മണ്ട കായൽ മുതൽ മൂർക്കനാട് ശിവക്ഷേത്രം റോഡ് വഴി ആലുംപറമ്പ് വഴി പുത്തൻതോട് കാറളം റോഡ് വഴി കഷായമൂലയിൽ പൈങ്കിളിപ്പാടം ബൈലൈൻ വഴിയും കിഴക്ക് പൈങ്കിളിപ്പാടം മുതൽ പട്ടരുമടം ബൈലൈൻ വഴി പട്ടരുമടം വഴി കാറളം പുത്തൻതോട് വഴി നെയ്ത്തുശാല ചാത്രാപ്പ് റോഡ് വഴി ചാത്രാപ്പ് പാടം പുത്തൻതോട് ബൗണ്ടറി വരെയും തെക്ക് പുത്തൻതോട് ബൗണ്ടറി MM കനാൽ ചാത്രാപ്പ് കായൽ മുതൽ ചെമ്മണ്ട കായൽ വരെയും പടിഞ്ഞാറ് ചെമ്മണ്ട കായൽ കാറളം പഞ്ചായത്ത് അതിർത്തി വരെയുമാണ് അതിർത്തി. NDA സ്ഥാനാർത്ഥിയായി മായ അജയൻ, LDF സ്ഥാനാർത്ഥിയായി വിഷ്ണു പ്രഭാകരൻ, UDF സ്ഥാനാർത്ഥിയായി ഷാജി പുല്ലോക്കാരൻ എന്നിവരാണ് ജനവിധി തേടുന്നത്. വാർഡിലെ ഉന്നയിക്കാനായിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ തന്നെയാണ് ഇവിടുത്തെ കൗൺസിലർ. അപ്പോൾ കൗൺസിലർ എന്ന രീതിയിൽ എന്നാൽ കഴിയുന്ന എല്ലാവിധ ഫണ്ടുകളും ഈ വാർഡിന് വേണ്ടി ലഭ്യമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും എല്ലാം കംപ്ലീറ്റ് ആയി എന്ന് ഞാൻ പറയണില്ല. ഇനിയും ഒരു 5 വർഷം കൂടി കിട്ടിയാൽ നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ട ഒരുപാട് പദ്ധതികൾ ഇനിയുമുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു MP ഉണ്ട്. MP ഫണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഫണ്ടുകൾ കിട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ഇനിയും പൂർത്തിയാക്കാനുണ്ട്. ഇവിടെ ഒരു ഉന്നതി ഉണ്ട്, പുറക്കാട്ടുകുന്ന ഉന്നതി. ആ ഉന്നതിയിലെ സൈഡ് പ്രൊട്ടക്ഷൻ കഴിഞ്ഞ പ്രാവശ്യം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഒരു 25 ലക്ഷം രൂപ കിട്ടി. ഒരു സൈഡ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഏരിയകളിൽ ഇനിയും കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഫണ്ടൊക്കെ നമ്മൾ MPക്ക് അപേക്ഷ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൂർക്കനാട് അമ്പലനട പടിഞ്ഞാറ നടയിലെ റോഡ് ഇതുവരെ കഴിഞ്ഞ 10-50 കൊല്ലമായിട്ട് അത് മണ്ണിട്ട റോഡാണ്. ഇതുവരെ അവിടെ ടാറിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിലേക്കും ഇപ്പോൾ MP ഫണ്ട് ഏകദേശം പാസ്സായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് പൂർത്തീകരിക്കണം. അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ നഗരസഭാ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയർമാൻമാർ മാറി ഭരിക്കാൻ വേണ്ടി മാത്രമാണ് 5 വർഷം അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഓരോ ചെയർപേഴ്സണും 2 വർഷം 1.5 വർഷമൊക്കെ ആയിട്ട് അവർ തമ്മിലുള്ള മത്സരം മാത്രമായിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ഈ MP ഫണ്ട് ഉപയോഗിച്ച് ഞാൻ ഇപ്പോൾ ഏകദേശം പാസ്സായിട്ട് നിൽക്കുന്ന പടിഞ്ഞാറൻ നട റോഡ് പൂർത്തീകരിക്കാനായിരിക്കും ആദ്യം ലക്ഷ്യമിടുന്നത്. അതിന് വേണ്ട ഏകദേശം അതായത് നമ്മുടെ നഗരസഭയുടെ അനുമതി വരെ ലഭ്യമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ടൈമിൽ. അപ്പോൾ ബാക്കിയുള്ള പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങളും ചെയ്യും. അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഉന്നതിയിലെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനും ബാക്കി വാർഡിലെ ജനങ്ങൾക്ക് വേണ്ട ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി വിലയിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ നിലവിലത്തെ സാഹചര്യം ശബരിമല വിഷയങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ സ്വർണ്ണക്കൊള്ളയും ഒക്കെ തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് ആളുകൾ ഉൾക്കൊണ്ടിട്ടുള്ളത്. കേരളത്തിലാകെ ജനങ്ങളാകെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് സമീപകാല സർക്കാരിൻ്റെ പല നയങ്ങളിലൂടെ മനസ്സിലാവുന്നത്. ഇരിങ്ങാലക്കുടയിലെ ജനറൽ ആശുപത്രി, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ വികസനം, അംഗനവാടികളിലുണ്ടായ മാറ്റം, ജനങ്ങൾക്ക് കിട്ടുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ഈ വാർഡിൽ തന്നെ 200-ൽ താഴെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നുണ്ട്. ആശാവർക്കർമാരുടെ ഇടപെടൽ, ഹരിതകർമ്മസേന, നമുക്കൊരു സർക്കാർ ജനങ്ങളിലുണ്ട്, വീട്ടിലുണ്ട് എന്ന ബോധ്യം ജനങ്ങൾക്ക് എത്തി എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ, ഇടതുപക്ഷ മുന്നണി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ആത്മവിശ്വാസത്തെ വർദ്ധിക്കുന്നു. വലിയ പ്രതീക്ഷാ നിർഭരമായിട്ടാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ സമൂഹം ആകെ നോക്കി കാണുന്നത്. 2 മുന്നണികൾ ഞാൻ അതിനെ സംബന്ധിച്ച് പറയുന്നില്ല.
ഇടതുപക്ഷം യുവജനങ്ങളെ മുന്നിലേക്ക് വെക്കുക എന്നുള്ളതുകൊണ്ട് വളരെ പരിണിതപ്രജ്ഞരായ ഒരു യുവ സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ ഓരോ സ്ഥാനാർത്ഥികൾ. വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ സജീവമായി പ്രവർത്തിക്കുന്നവർ, ആ നിലയിൽ സംഘാടനം നടത്തുന്നവർ, ജനങ്ങളുമായി നിരന്തര ബന്ധമുള്ളവർ. ഇടതുപക്ഷത്തിൻ്റെ യുവജന പ്രവർത്തകരെന്നുള്ളത് കൊണ്ട് ഒരു പൊതിച്ചോറ് വാങ്ങാത്തൊരു വീടുണ്ടാവില്ല, രക്തമെത്തിക്കാത്തൊരു വീടുണ്ടാവില്ല. പ്രളയകാലത്ത് നടത്തിയ പ്രവർത്തനം, കോവിഡ് കാലത്ത് നടത്തിയ പ്രവർത്തനം, ആ സമയത്തെ സന്നദ്ധ വളണ്ടിയർമാർ തുടങ്ങി ഒരു വലിയ ജനകീയ സ്ഥാനാർത്ഥികളാണ്, യുവാക്കളെയാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അത് പ്രതീക്ഷാ നിർഭരമാണ്. 5 വർഷത്തെ നഗരസഭാ ഭരണം എന്നതിനപ്പുറത്തേക്ക് കഴിഞ്ഞ കാലങ്ങളിലെ നഗരസഭാ ഭരണമാകെ വലിയ വിമർശന വിധേയമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. നഗരസഭ എന്നുള്ളത് ലോക്കൽ ഗവൺമെൻറ്, പ്രാദേശിക ഗവൺമെൻറ്, ജനകീയ ആസൂത്രണം, ഇത് വലിയ ലക്ഷ്യത്തോടെയാണ് നമ്മുടെ സമൂഹമാകെ കാണുന്നത്. റോഡുകൾ ഉൾപ്പെടെ, നമ്മുടെ സമൂഹത്തിൽ കുടിവെള്ളം ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും പിന്നോട്ട് പോകുന്നൊരു നഗരസഭ. തൊട്ടപ്പുറത്ത് പിരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് നോക്കാം, കരുവന്നൂർ കമ്മ്യൂണിറ്റി ഹാൾ നോക്കാം. ഇതൊരു കമ്മ്യൂണിറ്റി ഹാളാണ്, ഈ കമ്മ്യൂണിറ്റി ഹാളിനെ കാണാം. തൊട്ടപ്പുറത്തെ വയോജന ക്ലബിനെ നോക്കാം. ഇങ്ങനെ എണ്ണമിട്ട് പറഞ്ഞാൽ, ജലസംഭരണികൾ ഉൾപ്പെടെ എണ്ണമിട്ട് പറഞ്ഞാൽ എല്ലാ മേഖലയിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന സമീപനമാണ് നഗരസഭ എടുക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ വിലയിരുത്തും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ വാർഡിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രയോറിറ്റി എന്നുള്ളതിനപ്പുറത്തേക്ക്, ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളതിനപ്പുറത്തേക്ക് നോക്കൂ, ഓരോ വീടുകളിലും കയറുമ്പോൾ വ്യത്യസ്തമാണ് ജനങ്ങളുടെ ആവശ്യം. ഞാനൊരു വാർഡ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഞാൻ മനസ്സിലാക്കുന്നത് വികസനത്തിൻ്റെ പുതിയ മാതൃകകൾക്ക് അപ്പുറത്തേക്ക് ജനങ്ങൾക്കൊരു എന്ത് വാക്കുപയോഗിക്കും, ഒരു രക്ഷാകർത്താവിനെ വേണം. ഇന്ന് ജനങ്ങളുടെ ഓരോ കാര്യങ്ങളും, അതിപ്പോൾ പെൻഷൻ്റെ മസ്റ്ററിങ് തൊട്ട് കൊച്ചു കാര്യങ്ങളിൽ പോലും കേൾക്കാനൊരാളുണ്ടാവുക, വീട്ടിലേക്ക് എത്തുക എന്നുള്ള ജനങ്ങളാകാനെങ്കിലും അങ്ങനെ ഒരാളായി മാറും. പിന്നെ ജനങ്ങളുടെ ഇപ്പോൾ ഇവിടെ തന്നെ ഇന്നലെ ഞങ്ങൾ കുടുംബയോഗം വിളിച്ചപ്പോൾ ഇവിടുത്തെ കിണർ ചേരെടുക്കുന്നത് കാലങ്ങളായിട്ടുള്ള ആവശ്യമായിരുന്നു, ഇപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല. ഈ കമ്മ്യൂണിറ്റികളിൽ ഇപ്പോഴും ഇലക്ട്രിസിറ്റി ഇല്ല, വേണ്ട രീതിയിൽ ഒരു നിലയിലും ഉപയോഗിക്കുന്നില്ല. 10-9 മുകളിൽ SC കുടുംബങ്ങളുള്ളൊരു മേഖലയാണ്, കമ്മ്യൂണിറ്റികൾ ഉപയോഗിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ഇവിടുത്തെ കുടിവെള്ളം, ഇവിടുത്തെ ഒരു പുതിയ മോട്ടറിൻ്റെ കണക്ഷൻ, ഇലക്ട്രിസിറ്റി കണക്ഷൻ തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഊർക്കാണ്ട് ക്ഷേത്രത്തിൻ്റെ പിൻവശത്തെ പടിഞ്ഞാറ് റോഡ് നിരവധി കർഷകർ ട്രാക്ടർ ഉൾപ്പെടെ അവരുടെ മറ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെ നെല്ല് പോകുന്ന വണ്ടികൾ ഉൾപ്പെടെ പോകുന്ന ഒരു റോഡാണ്. ആ റോഡ് ഇപ്പോഴും ടാറിങ്ങിന് പോലും വിധേയമാകാതെ വളരെ മോശമായൊരു സ്ഥിതിയാണ്. അപ്പോൾ ആ റോഡിനുണ്ടാവേണ്ട മാറ്റം തുടങ്ങി നിരവധി മാറ്റങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജനങ്ങളോട് ആകെ അഭ്യർത്ഥിക്കുന്നത്. വികസനം നടന്നിട്ടില്ല, വെറും ഫ്ലക്സ് ബോർഡിലുള്ള വികസനം മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. സന്നദ്ധ സംഘടനകൾ നടത്തിയത് പോലും കൗൺസിലറുടെ പേരിൽ ഫ്ലക്സ് ബോർഡ് അടിച്ചു വെച്ചിരിക്കുന്ന ഒരു വികസനം ഇല്ലായ്മ ഇവിടെ കാണുന്നുണ്ട്. കോൺഗ്രസ് ഭരിച്ചിരുന്ന 10 വർഷക്കാലം നല്ലൊരു വികസനം ഇവിടെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇങ്ങനൊരു വികസനം ഈ ഗ്രാമപ്രദേശമാണ്. ഈ ഗ്രാമപ്രദേശത്ത് ഒരു വികസനവും ഉണ്ടായിട്ടില്ല. അപ്പോൾ വികസനം ഇതിനെതിരെ നാടും നാട്ടുകാരും അറിയുന്ന ഒരു വികസനം നടപ്പാക്കും. നഗരസഭ ഭരണത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിവർഷം BJPയും LDFും കൂടിയിട്ട് ഒരുമിച്ച് നിന്ന് ഒരു പദ്ധതിയും നടപ്പാക്കാൻ സാധിക്കാത്ത രീതിയിൽ അവരവിടെ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഭരണപക്ഷമായ കോൺഗ്രസിന് ഇവിടെ അധികം കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നെ ഇവിടുത്തെ കൗൺസിലർ പറയുന്നത് ഞാൻ പ്രതിപക്ഷത്തായിരുന്നത് കൊണ്ട് എനിക്ക് ഇവിടെ ഒന്നും നടത്താൻ പറ്റിയില്ല എന്ന്. പക്ഷെ ഞാൻ പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും പറയുന്ന വാക്കുകൾ ഇവിടെ പാലിക്കും. ഈ വാർഡിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നാട്ടിലെ പ്രശ്നങ്ങളോടൊപ്പം ഓരോ കുടുംബങ്ങളിലും ഇവിടെ ലഹരി എന്ന് വെച്ചാൽ മയക്കുമരുന്നും മറ്റു കാര്യങ്ങളും സുലഭമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അതിനൊരു തടയിടും. കുടുംബത്തിൽ സമാധാനം സൃഷ്ടിക്കാൻ ശ്രമിക്കും. അതോടൊപ്പം തന്നെ വീടുകളിൽ വർക്ക് ഹോം വെച്ചാൽ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോൾ ഭാര്യമാർക്കൊരു വരുമാന മാർഗം, അതൊരു ഭരണത്തിൻ്റെ സ്വാധീനമില്ലാതെ തന്നെ ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് എനിക്ക് നടപ്പാക്കാൻ കഴിയും. അത് ഞാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് നടപ്പാക്കും. അതുപോലെ തന്നെ ഈ ജനങ്ങൾക്ക് അവർക്ക് അവരുടെ കുടുംബത്തിനൊരു വരുമാന മാർഗം പുതിയതായി തുറന്നു കിട്ടുമ്പോൾ അവർക്ക് കുറച്ച് നീക്കിരിപ്പ് മാറ്റിക്കാൻ കഴിയും. അങ്ങനെ നാട്ടിൽ റോഡ് വികസനം മാത്രമല്ലല്ലോ, നമ്മുടെ ഓരോ വീടുകളിലും വികസനം എത്തിക്കണം. ആ വികസനം തുടരും. 693 പുരുഷ വോട്ടർമാരും 864 സ്ത്രീ വോട്ടർമാരും അടക്കം
1557 വോട്ടർമാരുള്ള രണ്ടാം വാർഡായ ബംഗ്ലാവ് വാർഡ് ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. വടക്ക് കരുവന്നൂർ പുഴ പൈങ്കിളിപ്പാടം തോട് മുതൽ വല്ലച്ചിറ പഞ്ചായത്ത് അതിർത്തി കിഴക്കേ പുഞ്ചപ്പാടം വരെയും, കിഴക്ക് വല്ലച്ചിറ പഞ്ചായത്ത് അതിർത്തിയും, തെക്ക് വല്ലച്ചിറ പഞ്ചായത്ത് കിഴക്കേ പുഞ്ചപ്പാടം അതിർത്തി മുതൽ കൃഷിഭവൻ റോഡ് വഴി ബംഗ്ലാവ് ജംഗ്ഷൻ കൂടി ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡിൽ പുത്തൻതോട് സെന്റർ വഴി, പുത്തൻതോട് കാറളം റോഡ് വഴി, ജനതാ കോളനി റോഡ് വഴി, പട്ടരുമഠം റോഡ്, പട്ടരുമഠം ബൈലൈൻ വഴി പൈങ്കിളിപ്പാടം വരെയും, പടിഞ്ഞാറ് പൈങ്കിളിപ്പാടം തോട് തുടങ്ങി പൈങ്കിളിപ്പാടം വരെയുമാണ് അതിർത്തി. NDA സ്ഥാനാർത്ഥിയായി അരുൺ, LDF സ്ഥാനാർത്ഥിയായി AR ജോൺസൺ, UDF സ്ഥാനാർത്ഥിയായി TA പോൾ എന്നിവരാണ് ജനവിധി തേടുന്നത്. പാവപ്പെട്ടവരെ സഹായിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരുപാട് ജനങ്ങൾ രണ്ടാം വാർഡിൽ കഷ്ടത അനുഭവിച്ചാണ് വീടുകളുണ്ട്. കണക്കോട്ട, ഐശ്വര്യ കോളനി, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ കയറി ഇറങ്ങി. അവരുടെ വിഷമങ്ങൾ തീർത്തു കൊടുക്കാൻ എന്നിൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്തു. ഏത് രാത്രിയിലും എന്ത് ഉപകാരം ചെയ്യണമെങ്കിലും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി ജയിച്ചാലും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒന്നും നഗരസഭ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നഗരസഭ ഉണ്ട്, റോഡിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ നഗരസഭ റോഡ് കംപ്ലീറ്റ് താറുമാറായി കിടക്കണം. ഏത് വഴി എടുത്താലും നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കില്ല. അത്രയും ആണ് നഗരസഭ കൊണ്ടുള്ള ഗുണം. ഇത് പറഞ്ഞത് ഇവിടെ കണക്കോട്ടം ഭാഗത്ത് ഒരുപാട് ക്യാൻസർ രോഗികളും തളർന്നു കിടക്കുന്ന രോഗികളുണ്ട്. അവർ വീടിന് വഴികൾക്ക് പ്രശ്നമുള്ളവരുണ്ട്, അവർക്ക് വഴി ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട്, അവർക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ബുദ്ധിമുട്ടുള്ളവർക്ക് വീടില്ലാത്തവരുണ്ട്, അവർക്ക് വീടിൻ്റെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റും, അത് ചെയ്തു കൊടുക്കണം. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് ഒരു നല്ലൊരു സ്ഥാനാർത്ഥി ആവണമെന്ന് എൻ്റെ മനസ്സിലാഗ്രഹം. നമ്മുടെ പൊർത്തുശ്ശേരി പഞ്ചായത്ത് 2010 മുനിസിപ്പാലിറ്റിയോട് ചേർക്കുമ്പോൾ അതിൽ ഇവിടെ കാർഷിക മേഖലയിലാണ് ഊന്നൽ നൽകുന്നത്. അതായത് 20 പാടശേഖരങ്ങളാണ് നമുക്ക് ഈ കാർഷിക മേഖലയിലുള്ളത്. കാർഷിക മേഖലയ്ക്ക് വേണ്ട ഊന്നൽ കൊടുത്തിട്ട് വേണം നമുക്കിവിടെ പൊർത്തുശ്ശേരി പഞ്ചായത്തിനെ ഉയർത്തിക്കൊണ്ടുവരണം. അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം, ചുരുക്കം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടിവെള്ള പ്രശ്നം വാട്ടർ അതോറിറ്റിയുടെ തൊട്ട് താഴെ മുക്കത്ത് കിടക്കുന്ന ആ വീടുകളിൽ പോലും വെള്ളമില്ല. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം തൊട്ടടുത്ത വീടുകളിൽ നിന്നാണ് മറ്റ് വീട്ടുകാർ വെള്ളം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിനൊക്കെ ഒരു പരിഹാരം കാണണം എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞാനിപ്പോൾ മുന്നോട്ട് വന്നത്. ഞാൻ 30 കൊല്ലം മുന്നേ ഞാനിവിടുത്തെ പൊർത്തുശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു. ഞാൻ ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെറ്റിനറി ഹോസ്പിറ്റല്, അതുമാതിരി കൃഷിഭവൻ്റെ ഹോള്, അതുമാതിരി പഞ്ചായത്ത് കെട്ടിടം, അതുമാതിരി ആ ഗാന്ധി പ്രതിമ, ഇതൊക്കെ എൻ്റെ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ളതാണ്. അതുമാതിരി ഞാൻ വരുന്ന സമയത്ത് എല്ലാ റോഡുകളും മണ്ണ് ഇട്ട റോഡുകളായിരുന്നു. ആ റോഡുകളൊക്കെ ഞാൻ പോണതിന് മുന്നേ എൻ്റെ എല്ലാ വാർഡിലുള്ള എല്ലാ റോഡുകളും ഞാൻ ടാർ ചെയ്ത് ടാർ ചെയ്ത് ഭംഗിയാക്കിയിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. നഗരസഭ ഭരണം അവരുടെ പരിധിക്ക് നിന്നുകൊണ്ട് അവർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതായത് പ്രാദേശികമായിട്ട് വികസനം വരണമെങ്കിൽ നമുക്ക് മാറി മാറി വരുന്ന സംസ്ഥാന ഗവൺമെൻറ് നമുക്ക് ആവശ്യമായ ഫണ്ട് കൊടുത്താലേ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഫണ്ട് നമുക്ക് അനുവദിച്ച് കിട്ടിയാലേ നമുക്ക് അത് വേണ്ടപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഭയങ്കര ബ്രേക്കിംഗ് വന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ വാർഡിലൊക്കെ വളരെ ശോചനീയമായ സ്ഥിതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് നടന്നിട്ടുള്ളത്. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കുടിവെള്ളത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അത് ഈ 9 മുറി കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞുള്ള ഒരു പദ്ധതി തന്നെ നമുക്ക് അവിടെ ഒരു പഞ്ചായത്തിൻ്റെ പൊതു കിണറുണ്ട്. ആ കിണറിൻ്റെ അരിയത്ത് നമ്മളൊരു ഓവർ ഹെഡ് ടാങ്ക് പണിത് മോട്ടർ വെച്ച് അവർക്ക് സ്ഥിരമായിട്ട് കുടിവെള്ളം കിട്ടാവുന്ന ഒരു സംവിധാനം നമുക്ക് ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് എൻ്റെ മനസ്സിലായി ഏറ്റവും ആദ്യം നിൽക്കുന്നത്. രണ്ടാമത് കാർഷിക മേഖലയിൽ നമുക്ക് ഇപ്പോൾ താൽക്കാലികമായ പാടശേഖരങ്ങളിലേക്ക് പോകാൻ ആൾക്കാർക്ക് താൽക്കാലികമായ പാലങ്ങൾ, ആ പാലങ്ങൾ ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് ആ പാലങ്ങളൊന്നും നിലവിലില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് പോകണം. അതുമാതിരി കാർഷികമായി നേന്ത്രവാഴ കൃഷി, എല്ലാ കൃഷികളും ഇവിടെ നല്ല രീതിയിൽ നടന്നിരുന്ന കാലഘട്ടം ഉണ്ടായി. ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് ഈ പൊർത്തുശ്ശേരിനെ കൂട്ടിച്ചേർത്തോടുകൂടി വളരെയധികം ബുദ്ധിമുട്ടുകൾ ഈ കർഷകർ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ പാലില്ലാത്തതുകൊണ്ട്
വഞ്ചിയിലും പുഴയിലും ഒക്കെ കൂടിയിട്ടാണ് ഇപ്പോൾ ആൾക്കാർ അങ്ങോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കാണണം. 509 പുരുഷ വോട്ടർമാരും 759 സ്ത്രീ വോട്ടർമാരും അടക്കം 1260 വോട്ടർമാരുള്ള 15ാം വാർഡായ മുനിസിപ്പൽ ഹോസ്പിറ്റൽ വാർഡ് വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. വടക്ക് ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡിൽ ബ്രദർ മിഷൻ റോഡ് വഴി ഉദയ പ്രൊവിൻഷ്യൽ റോഡ് വഴി പാറക്കുളം റോഡ് വരെയുള്ള തോട് വഴി പാറക്കുളം റോഡ് വഴി കോമ്പാറക്കാരൻ മൂല വരെയും, കിഴക്ക് കോമ്പാറക്കാരൻ മൂല വഴി ഗാന്ധിഗ്രാം തുറവൻകാട് റോഡ് വഴി ഡ്രൈവിംഗ് ഗ്രൗണ്ട് റോഡ് വഴി സ്വീറ്റ് ബസാർ റോഡ് വഴി കോട്ട മൂന്നുപീടിക റോഡ് കുരിശങ്ങാടി റോഡ് വരെയും, പടിഞ്ഞാറ് സെന്റ് മേരീസ് റോഡ് മുതൽ ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡിൽ ബ്രദർ മിഷൻ റോഡ് വരെയുമാണ് അതിർത്തി. UDF സ്ഥാനാർത്ഥിയായി മാഗി വിൻസെന്റ് പള്ളായി, LDF സ്ഥാനാർത്ഥിയായി ബിബി വർഗീസ്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുജ ബിജു അക്കരക്കാരൻ, NDA സ്ഥാനാർത്ഥിയായി സുധ എന്നിവരാണ് ജനവിധി തേടുന്നത്. ഇതിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ പോരായ്മയുള്ളതൊക്കെ നമുക്ക് നികത്താന്നുള്ളതാണ്. നമ്മളുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് കണ്ടറിഞ്ഞ് നമുക്ക് പ്രവർത്തിക്കണം, ജനങ്ങളോട് കൂടെ നിൽക്കണം നമ്മൾ. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഇതുവരെ ഉണ്ടായ പ്രവർത്തനങ്ങളിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ UDFൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കൂടുതൽ ഇപ്പോൾ പുറത്തുനിന്ന് ഉന്നയിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ റോഡിൻ്റെയാണ്. അതിപ്പോൾ മറ്റേ ഹൈവേകളുടെ പണികൾ കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി റോഡിൽ കൂടിയാണ് ഒരുവിധം ഹെവി വാഹനങ്ങൾ പോയപ്പോൾ കുറേ തകർച്ചകൾ നമ്മുടെ റോഡിന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ പണികൾ തീർന്നതോടൊപ്പം തന്നെ UDF നമ്മുടെ അധികാരത്തിൽ വരും. അപ്പോൾ അത് 6 മാസത്തിനുള്ളിൽ തീർക്കാമെന്നാണ് UDFൻ്റെ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി എടുത്തേക്കാണ് തീരുമാനം. പിന്നെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നങ്ങൾ ഉണ്ട്. അത് എല്ലായ്പ്പോഴും എല്ലാ ദിവസവും വെള്ളം വരുന്നില്ല. അത് കുറച്ചും കൂടെ കൂടുതൽ ലഭ്യമാകുന്ന വിധത്തിൽ നമുക്ക് കുടിവെള്ളം എല്ലാവർക്കും ആവശ്യക്കാർക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മളുടെ തീരുമാനങ്ങൾ. വാർഡിൻ്റെ ഇപ്പം നമ്മളോട് എല്ലാവരും ആവശ്യപ്പെട്ടേക്കുന്നത് ഈ റോഡിൻ്റെയാണ്, പിന്നെ കുടിവെള്ള പ്രശ്നമാണ്. ഇത് രണ്ടാണ് ആദ്യത്തെ നമ്മളുടെ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ. കൂടുതൽ കുടിവെള്ളം റോഡും നല്ലതായിട്ട് സഞ്ചാരയോഗ്യമാക്കുക എന്നുള്ളതാണ്. പിന്നെ ഇല്ലാത്തവരുടെ പെൻഷനുകൾ, ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അവർക്ക് അനിവാര്യമായത്, ജീവിതത്തിന് അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ അവർക്ക് ആവശ്യമുള്ളതാണ്. നമുക്ക് കൊടുത്തേ തീരും. നമുക്ക് അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. കൂടുതലും റോഡിൻ്റെ ഒരു വിഷയം നമ്മളെ ബാധിച്ചിട്ടുണ്ട്. അത് നമുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ മെയിൻ കാരണം മറ്റുള്ള ഹൈവേകളിലെ റോഡുകൾ പണി നടക്കുന്നത് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും അതിനെ അഭിമുഖീകരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും സഞ്ചരിക്കുമ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ അത് മുനിസിപ്പാലിറ്റി മാത്രം വിചാരിച്ച് നടക്കാവുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതിന് നമ്മൾ ഒത്തൊരുമിച്ച് ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് ആദ്യത്തെ പ്രയോറിറ്റി റോഡാണ്. ഇരിഞ്ഞാലക്കുടയുടെ റോഡിൻ്റെ മുഖച്ഛായ മാറ്റുക എന്നുള്ളതാണ് UDFൻ്റെ ആദ്യത്തെ തീരുമാനം. വാർഡിൻ്റെ സമഗ്രമായ വികസനമാണ് എൻ്റെ ലക്ഷ്യം. ഓരോ വീടുകളിലും ഏത് കാര്യങ്ങളിലും ഇടപെട്ട് അവരുടേതായ കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റാവുന്ന എൻ്റേതായ സഹകരണത്തോടുകൂടി ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ. ഇരിഞ്ഞാലക്കുട നഗരഭാഗത്തുള്ള റോഡുകളാണ് നമ്മുടെ ഈ വാർഡിലെ റോഡുകളെല്ലാം. അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വികസനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതും കാര്യക്ഷമമാക്കാൻ ശ്രമിക്കുന്നതും. 3 പ്രധാന മുന്നണികളാണ് ഇവിടെ മത്സരിക്കാനുള്ളത്. അവരിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ചെല്ലുമ്പോൾ നമുക്കൊരു പ്രത്യേക പരിഗണന ലഭിക്കുന്നുണ്ട്. അവരിൽ നിന്ന് കൂടുതൽ കാര്യക്ഷമമായ ഒരു പ്രോത്സാഹനവും കിട്ടുന്നുണ്ട്. റോഡുകളുടെ സമഗ്ര നവീകരണമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആദ്യം പുല്ലും കാടുകളും മെറീന ഭാഗത്തെ പുല്ലും കാടുകളും തോടുകളൊക്കെ വെട്ടി ഞങ്ങൾ വൃത്തിയാക്കും. പിന്നെ ബൈപ്പാസ് റോഡ് മെറീന വഴി ഞങ്ങൾ കൂട്ടി യോജിക്കും. പിന്നെ വലിയൊരു വികസനം ഈ നാട്ടിലേക്ക് കൊണ്ടുവരും. ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ വലിയൊരു മാറ്റം ഞങ്ങൾ വരുത്തും. മാർക്കറ്റിൽ ഞങ്ങൾ ഒരു ഹൈടെക് പദ്ധതി കൊണ്ടുവരും. അപ്പോൾ പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത് റോഡിൻ്റെ ശോചനീയാവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇരിഞ്ഞാലക്കുട നഗരസഭയിലെ ഏറ്റവും ശോചനീയമായ റോഡാണ് നമ്മുടെ പാറക്കുളം റോഡ്. അപ്പോൾ ധാരാളം ഡോക്ടേഴ്സ് അവിടെ കൺസൾട്ടേഷൻ ഇരിക്കുന്ന സ്ഥലമാണ്. എന്നിട്ടും ഇത്ര വർഷങ്ങളോളം ഒരു ഭരണസമിതി ഉണ്ടായിട്ടും ഒരു മാറ്റങ്ങൾ അവിടെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പല പദ്ധതികളും സർക്കാർ പദ്ധതികളും നമുക്ക് നടപ്പിലായിട്ടും ഒന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാത്ത ഒരു ഭരണകൂടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെ പോലെ ഞാനും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് റോഡിൻ്റെ അവസ്ഥയിൽ ഒരു മാറ്റം വരുത്താമെന്നാണ്.
അപ്പോൾ അത് നമ്മൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ തന്നെ ആ റോഡിൻ്റെ പുനർനവീകരണം സാധ്യമാക്കുന്നതാണ്. പിന്നെ കുടിവെള്ള ക്ഷാമമാണ് രണ്ടാമത്തെ പ്രശ്നം വരുന്നത്. അതിന് തക്കതായ ഒരു നടപടികൾ സ്വീകരിച്ചിട്ട് അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നടപടിയിലെടുക്കുന്നതാണ്. പിന്നെ നമുക്ക് അതിന് അവിടെ ഗാന്ധിഗ്രാം റെസിഡൻസ് അസോസിയേഷനും പിന്നെ ഉദയ റെസിഡൻസ് അസോസിയേഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാരിൻ്റെ പദ്ധതികളുമായിട്ട് കോർത്തിണക്കിയിട്ട് നമ്മൾ CCTV ക്യാമറകൾ നമ്മുടെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു പദ്ധതിയും കൂടി നടപ്പിലെടുക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തേക്കാൾ ഉപരി കഴിഞ്ഞ 25 വർഷത്തെ ഭരണമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പ്രകടമായ മാറ്റങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. സഞ്ചാരയോഗ്യമല്ലാത്ത ഒരു മോശപ്പെട്ട ഒരു റോഡാണ് നമുക്കുള്ളത്. സഞ്ചാര സ്വാതന്ത്ര്യം ഒരു പൗരൻ്റെ മൗലിക അവകാശമാണ്. അപ്പം അതിന് വേണ്ട റോഡുകൾ നമുക്കില്ല. വികസനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല എന്ന് വേണം കണക്കിലാക്കാനായിട്ട്. അതിനൊരു മാറ്റത്തിന് വേണ്ടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നത്. രാഷ്ട്രീയം ഈ സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമുള്ളതല്ല. കാരണം നമ്മുടെ വാർഡിന് ഓരോ വാർഡിലും വികസനങ്ങൾ വന്നാൽ തന്നെ മൊത്തത്തിലൊരു വികസനം സാധ്യമാകാവുന്നതാണ്. സർക്കാർ പദ്ധതികൾ മനഃപൂർവ്വം ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് ഓരോ നഗരസഭയിലുള്ളത്. അപ്പോൾ ഓരോ വാർഡിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ മൊത്തത്തിലൊരു ചേഞ്ച് മുഖച്ഛായ എന്തായാലും മാറുന്നു. 744 പുരുഷ വോട്ടർമാരും 873 സ്ത്രീ വോട്ടർമാരും അടക്കം 1617 വോട്ടർമാരുള്ള 8ാം വാർഡായ നമ്പ്യാങ്കാവ് വാർഡ് ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. വടക്ക് നമ്പ്യാങ്കാവ് മുരിങ്ങാത്തേരി ജോസ് മാസ്റ്റർ മൂല മുതൽ നമ്പ്യാങ്കാവ് ക്ഷേത്രം റോഡ് വഴി കുഴിക്കാട്ടുകോണം മാടായിക്കോണം റോഡിൽ കയറി ലാലപ്പന്റെ വർക്ക്ഷോപ്പ് മുൻവശം വഴി വലത്തോട്ട് തിരിഞ്ഞ് കള്ളുഷാപ്പ് വഴി സ്കൂൾ വഴി പുഞ്ചപ്പാടം മുരിയാട് പഞ്ചായത്ത് അതിർത്തി വരെയും കിഴക്ക് പുഞ്ചപ്പാടം മുരിയാട് പഞ്ചായത്ത് അതിർത്തി MM കനാൽ വഴി കിഴക്ക് പഞ്ചായത്ത് അതിർത്തി വരെയും തെക്ക് പുഞ്ചപ്പാടം മുരിയാട് പഞ്ചായത്ത് അതിർത്തി മുതൽ പോലീസ് സ്റ്റേഷൻ ലിങ്ക് റോഡ് വരെയും പടിഞ്ഞാറ് നമ്പ്യാങ്കാവ് റോഡിൽ മുരിങ്ങാത്തേരി ജോസ് മാസ്റ്റർ മൂല മുതൽ പോലീസ് സ്റ്റേഷൻ കുഴിക്കാട്ടുകോണം ലിങ്ക് റോഡിലൂടെ ആരംഭിച്ച് കാഞ്ഞാണിക്കുളം വരെയുമാണ് അതിർത്തി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രമേശ് കുമാർ PM, LDF സ്ഥാനാർത്ഥിയായി CC ഷിബിൻ, UDF സ്ഥാനാർത്ഥിയായി സിജോ ലോനപ്പൻ, NDA സ്ഥാനാർത്ഥിയായി സുഭാഷ് KV എന്നിവരാണ് ജനവിധി തേടുന്നത്. നമ്മൾ 2 ടൈമിലായിട്ട് വാർഡ് ഭരിച്ചുന്ന നമ്മൾ BJP ആണ്. അപ്പോൾ ഇവിടെ ചെയ്ത് നടപ്പിലാക്കിയ പദ്ധതികൾ, വികസന പദ്ധതികൾ, അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് തുടർന്ന് കൊണ്ടുപോകാനാണ് നമ്മൾ ഇവിടുത്തെ ജനങ്ങളോട് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രാമത്തിലെ എല്ലാവരോടും വോട്ട് ചോദിച്ചിറങ്ങുന്നത്. ഇത്ര മോശപ്പെട്ട കോൺഗ്രസിൻ്റെ ഭരണം ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ല. അത്ര മോശമൊന്നും. ഇപ്പോൾ പദ്ധതികൾ, റോഡ് ടാറിങ്ങും അതൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പൈസയുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ഫണ്ടില്ല എന്നാണ് അവർ പറയുന്നത്. എല്ലാ കാര്യത്തിനായാലും ഇപ്പോൾ വീട്, പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി, അതിലെ ലാസ്റ്റ് ഗഡ് കൊടുക്കാൻ പറഞ്ഞാലും ആ ഫണ്ട് വന്നിട്ടില്ല. കുടിവെള്ള പദ്ധതി ഉണ്ടെന്ന് അമൃത് പദ്ധതിയുടെ അത് പല സ്ഥലത്തും വലിച്ചിട്ട് പോയിട്ട് വെള്ളം കൊടുക്കാനായിട്ടൊരു സംവിധാനം ഇവിടെ അവർക്ക് പറ്റിയിട്ടില്ല. കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഒരു SC-കാർക്ക് ഒരു ഹോമിയ ഉണ്ട്. അത് വാടക കെട്ടിടത്തിലായിരുന്നു. അപ്പോൾ മുൻ കൗൺസിലർ അതിന് മുൻകൈ എടുത്തിട്ട് ബഹുമാനമായിട്ട് നമ്മുടെ സുരേഷ് ഗോപി MP-യുടെ ഫണ്ടിൽ നിന്നിട്ട് 15 ലക്ഷം രൂപ പാസ്സായിട്ട് എടുക്കേണ്ടത്. അതിന് സ്ഥലം ശരിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് മുനിസിപ്പാലിറ്റി പറയണത് ആ ഫണ്ട് കൊണ്ട് പണിയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തടസ്സം നിൽക്കണവർ. ഏറ്റവും ഇത് ആ ഹോമിയ അങ്ങോട്ട് മാറ്റും, പുതിയ കെട്ടിടം പണിത് എത്രയും പെട്ടെന്ന് അവർക്ക് കൊടുക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ അമൃത പദ്ധതിയിൽ എല്ലാ വീട്ടിലും ഒരുവിധം വീടുകളിലേക്കൊക്കെ പൈപ്പ് വലിച്ചിട്ടുണ്ട്. 2 മാസമായിട്ട് വെള്ളമില്ല. ഈ കാട്ടിഞ്ഞാറ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ പൈപ്പ് പൊട്ടിയെന്ന് പറഞ്ഞിട്ടാണ് ഇവർ പറയണ ഒക്കെ പറയണത്. അതിന് എത്രയും പെട്ടെന്ന് നമ്മൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യും. 25 വർഷക്കാലമായി ഇരിങ്ങാലക്കുട പട്ടണത്തിൻ്റെ പുരോഗതിയില്ലായ്മയാണ് ഞങ്ങൾ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത്. പട്ടണത്തിലെ മുഴുവൻ റോഡുകളും ഗതാഗത യോഗ്യമല്ല. കാരണം ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡുകൾ തോടുകളായി മാറുന്ന അവസ്ഥയാണുള്ളത്. കഴിഞ്ഞ ഭരണസമിതിയുടെ 5 വർഷക്കാലത്തെ പരിശോധിച്ചാൽ അറിയാം, ഒരു പൊതുവികസനം പോലും നടപ്പിലാക്കാത്ത ഒരു ഭരണസമിതിയാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇരിങ്ങാലക്കുട പട്ടണത്തിലെ ഭരണസമിതി. പ്രത്യേകിച്ച് പറയാനുള്ളത്, പഴയ പൊറത്തുശ്ശേരി പഞ്ചായത്ത് പ്രദേശത്തേക്ക് ഒരു വികസനവും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരു ഭരണത്തെ, പട്ടണത്തിലെ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതല്ലാതെ
ജനങ്ങൾക്ക് പൊതുവായി ഗുണം വരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ടേക്ക് എ ബ്രേക്ക്. സംസ്ഥാന സർക്കാർ വലിയ ഉത്തരവാദിത്തോടു കൂടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക്. ആ ടേക്ക് എ ബ്രേക്ക് വർഷങ്ങളായിട്ട് അടച്ചിട്ടുകയാണ്. അതേപോലെ തന്നെ ഷീ ലോഡ്ജ്, സ്ത്രീകൾക്ക് സുരക്ഷിതമായി താമസിക്കുവാനുള്ള ഒരു ഇടമായി സർക്കാർ കണ്ട ഷീ ലോഡ്ജും പ്രൈവറ്റ് പാർട്ടികൾക്ക് അത് ലേലത്തിൽ കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെയുള്ള കുടുംബശ്രീ പ്രവർത്തകരുണ്ട്, വനിതകളുണ്ട്. ഈ വലിയ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തുകയും പല നഗരസഭകളിലും അത് ഭംഗിയായി നടക്കുമ്പോഴും ഇരിങ്ങാലക്കുട നഗരസഭ സ്ത്രീകളെ പുറകിലേക്ക് തള്ളുന്ന ഒരവസ്ഥയാണ് പൊതുവായി കാണപ്പെടുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ നഗരസഭാ ഭരണം എന്ന് പറഞ്ഞാൽ വട്ടപൂജ്യമാണ്. കാരണം ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലർമാരെല്ലാം തന്നെ അവിടെ വരികയും അവിടെ അവരുമായി മൽപ്പിടുത്തം നടത്തിയാണ് നമ്മുടെ വാർഡിലേക്കുള്ള പ്രധാനമായ റോഡുകളായും കാനകളായും എല്ലാ പ്രവർത്തനങ്ങളും പദ്ധതികളും കൊണ്ടുവരാൻ വലിയ സമ്മർദ്ദം നേരിട്ടിട്ടാണ് ഞങ്ങൾ ഓരോ പദ്ധതികളും ഞങ്ങളുടെ വാർഡുകളിലേക്ക് എത്തിക്കാൻ. പലപ്പോഴും രാഷ്ട്രീയം തിരിച്ച് ഞങ്ങളുടെ പദ്ധതികളെ തുരങ്കം വയ്ക്കുന്ന ഒരു രീതിയാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട പട്ടണം ഭരിക്കാൻ പോകുന്നത് യുവത്വം തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. യുവത്വത്തിന് നേതൃത്വം കൊടുക്കുന്ന അമരക്കാരനാണ് ഇരിങ്ങാലക്കുട പട്ടണം ഭരിക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ തയ്യാറായി കഴിഞ്ഞു. ഈ വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു 10 വർഷക്കാലമായിട്ട് ഇരിങ്ങാലക്കുടയിലെ നഗരസഭയിൽ ഒരു ജനപ്രതിനിധിയായിരുന്നു. കാരണം എൻ്റെ വാർഡുകളെ നിങ്ങളൊന്ന് പോയി നോക്കണം. അവിടെയുള്ള അവസ്ഥ, റോഡുകളായാലും മറ്റുള്ള സൗകര്യങ്ങളായാലും കുടിവെള്ളപ്രമായാലും ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്തിട്ടുള്ള വാർഡിലെ പ്രവർത്തനങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് വളരെയധികം ദുഃഖകരമായ രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങോട്ട് കിഴക്കേ ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ പല സ്ട്രീറ്റ് ലൈറ്റുകളും കണ്ണടച്ച് കിടക്കുകയാണ്. അതുമാത്രമല്ല റോഡുകളെല്ലാം തന്നെ റീടാറിങ് ചെയ്യാതെ ഇപ്പോഴും താറുമാറായി കിടക്കുകയാണ്. അതുമാത്രമല്ല എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അടിസ്ഥാനപരമായ ആവശ്യം എന്ന് പറഞ്ഞാൽ കുടിവെള്ളമാണ്. ആ കുടിവെള്ളത്തിന് വേണ്ടി യാചിക്കുന്നൊരവസ്ഥയാണ് ഈ നമ്പിങ്കാവ് പ്രദേശത്തിലെ ജനങ്ങൾ. അവരോടൊത്ത് ഒരുമിച്ച് നിൽക്കുകയും അവരിൽ ഒരാളായിക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആവശ്യമായ കുടിവെള്ളത്തിന് ഒരു പരിഹാരം കണ്ടെത്തുക എന്നാണ് എൻ്റെ ഏറ്റവും പ്രധാനമായ ഉദ്ദേശം. ഈ കഴിഞ്ഞ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷക്കാലം 2015 മുതൽ 2020 വരെ ഇവിടുത്തെ ഈ വാർഡിലെ കൗൺസിലറായിരുന്ന ഞാൻ ചെയ്തു വെച്ച് ഒരു ഏതാണ്ട് 99% പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടാണ് ഞാനിവിടെ ഇറങ്ങിയത്. അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന 5 വർഷം ഇവിടെ യാതൊരു വികസന പ്രവർത്തനങ്ങളും കാര്യമായി നടന്നില്ല. ഞാനിവിടെ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും അവർ പറയുന്ന കാര്യങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ചില പോരായ്മകളും കാര്യങ്ങളുമാണ് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചെയ്ത കാര്യങ്ങൾ അവിടെ നിന്ന് പോയി പിന്നീട് തുടർന്നൊന്നും നടന്നില്ല എന്നുള്ള ഒരു വാക്കുകൾ അവരെ വായിൽ നിന്ന് കേൾക്കുന്നത്. അത് തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ നമ്മൾ മത്സരിക്കുമ്പോഴും അവരുടെ ഇഷ്ടത്തിനും അവർ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളൂ. ഒരു സ്വതന്ത്രം എന്നുള്ള നിലപാടിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ഈ വാർഡിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതിൽ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഓണററി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 5 വർഷം മൊത്തം കൂട്ടുമ്പോൾ ഏതാണ്ട് 5-5.5 ലക്ഷത്തോളം രൂപ വരും. അത് ആ രൂപ മുഴുവൻ ഈ വാർഡിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കാനും വീട് അറ്റകുറ്റപ്പണിക്കും അല്ലെങ്കിൽ അത്യാവശ്യമായ അവർക്ക് കുടുംബത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടുത്തെ കുടുംബശ്രീ ആശാവർക്കർമാരോട് മുഖാന്തിരം അർഹതയുള്ളവർക്ക് വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷത്തെ ഭരണത്തിൽ വളരെ മോശമായ ഒരു ഭരണക്രമമായിരുന്നു അവിടെ നടന്നിരുന്നത്. ഒന്നാമത്തെ കാര്യം അവിടെ 3 ചെയർപേഴ്സന്മാരാണ് മാറി മാറി വന്നത്. അങ്ങനെ വന്നിട്ട് എന്ത് ഗുണം ഇവിടെ കിട്ടിയെന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഇപ്പോൾ ഇവിടെ തകർന്നു കിടക്കുന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കാന്നാണ് ആദ്യത്തെ പ്രയോറിറ്റി. പിന്നെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം 64ഓളം വീടുകൾ കൊടുത്തെങ്കിലും കുറച്ച് പേർക്ക് അതിൽ പട്ടികപ്പെടാതെ എന്തോ തള്ളിപ്പോവുക എന്തോ ചെയ്തിട്ടുണ്ട്. അവരെയും കൂടി ഉൾപ്പെടുത്തി അവർക്കും കൂടി വീട് അനുവദിക്കാനായിട്ട് ഒരു ശ്രമം. പിന്നെ ഞാനിവിടെ പോയി കയറി കഴിഞ്ഞപ്പോൾ ചില വീടുകളിലൊക്കെ ജനറൽ വിഭാഗമാണ്, അവർക്ക് ഫണ്ടില്ല. എസ് സി വിഭാഗർക്ക് മാത്രമേ ഇവിടെ ഫണ്ടുള്ളൂ. അപ്പോൾ ആ ജനറൽ വിഭാഗത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതി ആലോചിച്ചിട്ട് അവർക്കും കൂടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനും പ്രയോറിറ്റി കൊടുക്കും. ഇനിയിപ്പോൾ 10 വർഷമായിട്ട് ഇവിടെ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിന് മുന്നേ ഇവിടെ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്. 10 വർഷം, അപ്പോൾ അതിൽ 25 വർഷമായിട്ട് ഇവിടെ കോൺഗ്രസിനെ ഭരിച്ചിരിക്കുന്നത്. അതിൽ തുടർച്ചയായിട്ടാണ് അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും. അതിനുശേഷം 10 വർഷമായിട്ട് അവർ ഇതുവരെ ഒരു കാര്യം കൂടി ചെയ്തിട്ടില്ല. നമ്മുടെ റോഡ് തന്നെ കണ്ട് നമുക്കറിയാം. റോഡ് അത് അംബേദ്കറിയം കൊണ്ടുവന്നത്, ഹോം ഡിസ്പെൻസറി കൊണ്ടുവന്നത് എല്ലാം കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ്. ഇതൊക്കെ ഉന്നയിക്കുന്നത് അവർ കൊണ്ടാണ് ഉന്നയിക്കേണ്ട കാര്യങ്ങൾ അവരുന്നയിക്കുന്നത്. ഇനി ഞാൻ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് റോഡ്, കാർഷികമായിട്ടുള്ള സംഭവങ്ങൾ, മറ്റേ ജലവിതരണം, ഇതെല്ലാം ഉറപ്പ് നൽകാൻ സാധിക്കും. നഗരസഭ ഭരണത്തിൽ
എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ ഈ BJP വേണമെങ്കിൽ അവർ പേഴ്സണലായിട്ട് അവർ വീട്ടുകാർക്ക് മാത്രം അവർ ചെയ്യണ ഓരോ കാര്യങ്ങൾ. അതായത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ പൊതുവായ ഇതുവരെ അവർ ചെയ്യില്ല. അതായത് അവരുടെ വീട്ടുകാർക്ക് മാത്രമാണ് അവർ ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുവായിട്ട് ഉള്ള ഈ ഗതാഗതമായാലും മറ്റേ റോഡായാലും ഇതായാലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള സംഭവം ചെയ്യുന്നില്ല. അവർ പേഴ്സണലായിട്ട് അവരെ വീട്ടുകാർക്ക് മാത്രം ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ റോഡാണ് മെയിനായിട്ട് ഗതാഗതം. ഗതാഗത യോഗ്യമായ റോഡുകൾ വേണം, കുടിവെള്ളം, പിന്നെ കാർഷികം. ഇവിടെ ഒട്ടുമിക്ക ആൾക്കാരും കാർഷിക മേഖലയിലുള്ള ആൾക്കാരാണ്. ഇതുവരെ അതിനുവേണ്ടി അവർ ആരും ഒന്നും തിരിഞ്ഞിട്ടില്ല. ഈ 3 കാരണം, ഒന്നാമത് ഗതാഗതം, ജലവിതരണം, കാർഷികം. ഇതാണ് 3 കാരണം മെയിനായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ.